നമസ്കാരം. സ്റ്റാർ ജോബ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ് ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകളെ കസ്റ്റമേഴ്സിന് റിവ്യൂ ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിനെ നമുക്ക് കേൾക്കാനുള്ള അവസരം നൽകുക. കസ്റ്റമേഴ്സ് പറയുന്നത് കേൾക്കാൻ ഓണേഴ്സ് സമയം കൊടുക്കുക അല്ലെങ്കിൽ അവസരം നൽകുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു QR കോഡ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന് അവർക്ക് സർവീസ് നൽകിയ സ്റ്റാഫുകളെ റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ഥാപനത്തിൽ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ സ്റ്റാഫുകൾക്കും ഓരോ QR കോഡ് ജനറേറ്റ് ചെയ്യുകയും ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കെൻഡിൽ നിന്ന് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് അവർക്ക് റിവ്യൂ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും അവർക്ക് അവരുടെ ഓൺ വോയിസിൽ നമ്മെ റിവ്യൂ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അവരുടെ മലയാളത്തിൽ അവരുടെ വോയിസ് ആയിട്ട് തന്നെ റിവ്യൂ ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, ഈ അഭിപ്രായം കേട്ടതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ സ്റ്റാഫുകളുടെ പെരുമാറ്റ രീതിയിൽ മാറ്റങ്ങൾ വരുന്നതിനും സ്റ്റാഫുകൾക്ക് ട്രെയിൻ ചെയ്യുന്നതിനും സ്റ്റാഫുകൾക്ക് വാർണിംഗ് നൽകുന്നതിനും വേണ്ടി വന്നാൽ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. ഇങ്ങനത്തെ ഒരു ടൂളാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഡാഷ്ബോർഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ അവരുടെ ഡീറ്റെയിൽ ഒക്കെ കാണുന്നുണ്ടാവും. മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിന്റ് നമ്മുടെ സ്റ്റാഫുകൾക്കും നമ്മുടെ കസ്റ്റമേഴ്സിനും നമുക്ക് റിവാർഡ് പോയിന്റ് നൽകാൻ പറ്റും. അതായത് ഓരോ റിവ്യൂ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ വാലറ്റിലേക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ റിവ്യൂ ചെയ്യുമ്പോൾ 5 സ്റ്റാർ നൽകി 5 സ്റ്റാർ കിട്ടിയ ഒരു സ്റ്റാഫിന് ഇത്ര പോയിന്റ് കൊടുക്കണമെന്നുള്ളതും 3 സ്റ്റാർ കിട്ടിയ ആൾക്ക് ഇത്ര പോയിന്റ് കൊടുക്കണം എന്നുള്ളതും 1 സ്റ്റാർ കിട്ടിയ സ്റ്റാഫിന് ഇത്ര പോയിന്റ് കൊടുക്കണം എന്നുള്ളതും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ റിവാർഡ് പോയിന്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യം സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത്. അതിന് മെനുവിൽ ഇടത് സൈഡിൽ ബൈ റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ബൈ റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. അവിടെ നോക്കിയിട്ട് നമുക്ക് റിവാർഡ് വാങ്ങിക്കാം. ഇപ്പോൾ എൻ്റെ ഈ സ്ഥാപനത്തിലുള്ള റിവാർഡ് പോയിന്റ് 1980 ആണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിവാർഡ് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ 0 എന്നുള്ളതാണ് കാണിക്കുക. ഇവിടെ നമുക്ക് ഒരു പാക്കേജ് ചൂസ് ചെയ്യാൻ കഴിയും. 10,000 പോയിന്റ്, 1000 പോയിന്റ്, 2000 പോയിന്റ്, 20,000 പോയിന്റ്, ഇങ്ങനെ പാക്കേജുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും താഴെ നമ്മൾ പർച്ചേസ് ചെയ്ത റിവാർഡ് പോയിന്റ് ഹിസ്റ്ററി കാണിക്കും. ഇതിപ്പോൾ പെയ്ഡ് 1000 റിവാർഡ് പോയിന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ, 1000 റിവാർഡ് പോയിന്റ് ഇന്ന ഡേറ്റിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാണിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ റിവാർഡ് പോയിന്റ് 1000 പോയിന്റ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈ എന്നുള്ള ബട്ടണിൽ കൊടുക്കുക. ബൈ എന്നുള്ള ബട്ടണിൽ നിൽക്കുന്നതോടുകൂടി റിവാർഡ് പോയിന്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നേരിട്ട് അവരുടെ റോസോ പേ അക്കൗണ്ടിലേക്ക് കയറും. വളരെ സിമ്പിളായിട്ട് അവിടെ QR കോഡ് ലോഡ് ആവുന്നുണ്ട്. നമുക്ക് QR കോഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. നമ്മുടെ ഗൂഗിൾ പേയിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യുക. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ എമൗണ്ട് കാണിക്കും. ഇതുപോലെ നമുക്ക് ആ എമൗണ്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എമൗണ്ട് ഗൂഗിൾ പേയിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. നേരെ പേയ്മെന്റ് കൊടുക്കുന്നു. പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട്. അതിപ്പോൾ നേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് നോക്കാം. യെസ്, പേയ്മെന്റ് കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ വാലറ്റിലേക്ക് 2 സെക്കൻഡിലൂടെ പേയ്മെന്റ് ആഡ് ചെയ്യും എന്നുള്ളത് കാണിച്ചു. നമുക്ക് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 1980 റിവാർഡ് പോയിന്റ് ആണ് ഉണ്ടായിരുന്നത്. അത് 2980 റിവാർഡ് പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെ കാണിക്കും 11-ാം തീയതി 6-ാം തീയതി നമ്മൾ വീണ്ടും ഒരു പേയ്മെന്റ് നടത്തിയിട്ട് റിവാർഡ് പോയിന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കയ്യിൽ ഇപ്പോൾ റിവാർഡ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും നമ്മുടെ സ്റ്റാഫുകൾക്കും നൽകുക എന്നുള്ളതാണ്. അവരെ വീണ്ടും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവാർഡ് സംവിധാനം ഉപയോഗിക്കുന്നത്. മറ്റു റിവാർഡ് സംവിധാനങ്ങളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം, ഇത് മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിന്റ് സിസ്റ്റമാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ കിട്ടിയ റിവാർഡ് പോയിന്റ് മറ്റൊരു സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെനുവിൽ കയറിയിട്ട്
ഇടത് സൈഡിൽ റിവാർഡ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ റിവാർഡിന്റെ നേരെ താഴെ റിവാർഡ് പോയിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഏറ്റവും താഴെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കസ്റ്റമർ സ്ക്രാച്ച് റിവാർഡ് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ബ്ലൂ ടിക്ക് ഓൺ ആക്കി വെച്ചാൽ മാത്രമാണ്, ഇത് ഓഫ് ആണെങ്കിൽ ഓൺ ആക്കി വെച്ചാൽ മാത്രമാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുക. എത്ര റിവാർഡാണ് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത് എന്നല്ല നമുക്ക് ടൈപ്പ് ചെയ്യാം. 5 അല്ലെങ്കിൽ 10 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. 10 എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തു. സേവ് റിവാർഡ് സെറ്റിംഗ്സ് എന്നുള്ളത് കൊടുക്കുക. സേവ്ഡ് എന്നുള്ളത് കാണിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റാഫുകൾക്ക് റിവാർഡ് പോയിന്റ് എങ്ങനെ സെറ്റ് ചെയ്യാം. സ്റ്റാഫ് റേറ്റിംഗ് റിവാർഡ്സ് എന്നുള്ളത് റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റിവാർഡ് പോയിന്റ് കൊടുക്കാം. ഇത് ഓൺ ആക്കിയിട്ടാൽ മാത്രമാണ്, നേരത്തെ പറഞ്ഞ പോലെ ഓൺ ആക്കിയിട്ടാൽ മാത്രമാണ് വർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. 5 സ്റ്റാർ നൽകിയ ഒരു സ്റ്റാഫ്, ഒരു കസ്റ്റമർ ഒരു സ്റ്റാഫിന് 5 സ്റ്റാർ നൽകിയാൽ ഇവിടെ അവനക്ക് 5 പോയിന്റ് കൊടുക്കാം, അല്ലെങ്കിൽ 10 പോയിന്റ് കൊടുക്കാം. നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്യാം. മൈനസ് വരെ സെറ്റ് ചെയ്യാം. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നൽകിയത്, സർവീസ് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ അവന്റെ പോയിന്റ് റിട്ടേൺ എടുക്കുന്നതിന് വരെ എല്ലാ അവകാശം ഉണ്ടായിരിക്കും. നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് -5 എന്നുള്ളത് വേണമെങ്കിൽ സെറ്റ് ചെയ്തേക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ സേവ് റിവാർഡ് സെറ്റിംഗ്സ് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാം. അവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റിവാർഡ് പോയിന്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാഫുകൾക്ക് റിവാർഡ് പോയിന്റ് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മളൊരു ഒരു സ്റ്റാഫിനെ എടുക്കുന്നു. ആ സ്റ്റാഫിന് ഒരു കസ്റ്റമർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിവ്യൂ ചെയ്യുന്നു. ജസ്റ്റ് ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ബഷീർ എന്ന് പറയുന്ന സ്റ്റാഫിനെ QR കോഡ് സ്കാൻ ചെയ്തു. റിവ്യൂ ചെയ്യാനുള്ള പോപ്പ് ഓപ്പൺ ചെയ്തു വന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ ആപ്പിൻ്റെ ഡൗൺലോഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനൊരു 5 സ്റ്റാർ നൽകുന്നു. ഗുഡ് സർവീസ് എന്ന് നൽകുന്നു. ഞാൻ സബ്മിറ്റ് ചെയ്യും. എനിക്ക് സ്ക്രാച്ച് ആൻഡ് കാർഡ് കിട്ടി. ഇനി ഇവിടെ വാലറ്റിൽ അത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. 2980 ആയിരുന്നു നമ്മുടെ റിവാർഡ് പോയിന്റ് ഉണ്ടായിരുന്നത്. കണ്ടോ, 2970 എന്നുള്ളത് മാറിയിട്ടുണ്ട്. നമുക്ക് മാറി. ഇനി ആ ഒരു കസ്റ്റമറുടെ വാലറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആൾക്ക് 80 റിവാർഡ് പോയിന്റ് കറന്റ് ഉണ്ട്. ഇപ്പോൾ 10 പോയിന്റ് ഇപ്പോൾ കിട്ടിയതാണ്, പിന്നെ സെൽഫ് കിട്ടിയതാണ് മനസ്സിലാക്കാം. ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കസ്റ്റമർക്ക് മറ്റൊരു സ്റ്റാഫിലേക്കോ, കസ്റ്റമർക്ക് മറ്റൊരു കസ്റ്റമറിലേക്കോ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്കോ പരസ്പരം ഈ റിവാർഡ് പോയിന്റുകൾ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് ജസ്റ്റ് അവിടെ ഫോൺ നമ്പർ അടിച്ചു നോക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുന്നു. ഫോൺ നമ്പറോ മെയിൽ ഐഡിയോ അല്ലെങ്കിൽ ജോബ് ഐഡിയോ ഏതടിച്ചാലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5 പോയിന്റ് എഴുതി ഞാൻ സെൻഡ് കൊടുത്തു. പക്ഷെ അവിടെ റെഡ് മാർക്കിൽ കാണിച്ചു ഇങ്ങനെ ഒരാൾ വ്യക്തി രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്ത ആളുകളിലേക്ക് മാത്രമാണ് മാറ്റാൻ പറ്റുക. ഞാൻ വേറെ നമ്പർ അടിക്കുന്നു. വേറൊരു നമ്പർ അടിച്ചിട്ട് 5 പോയിന്റ് എന്ന് അടിച്ചിട്ട് സെൻഡ് കൊടുക്കുന്നു. കണ്ടോ, 5 പോയിന്റ് പോയി. ഇവിടെ 80 പോയിന്റ് ഉണ്ടായിരുന്നത് അത് 75 പോയിന്റ് ആയി. ഇവിടെ സ്റ്റേറ്റ്മെന്റിലോട്ട് കാണാൻ പറ്റും ഇന്ന വ്യക്തിയിലേക്ക് 5 പോയിന്റ് ഡിഡക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. ക്യാഷ് അയച്ചു കൊടുക്കുന്നതിന് പകരം അവനക്കൊരു നമ്മളെടുത്ത് 1000 പോയിന്റ് ഉണ്ടെങ്കിൽ 1000 പോയിന്റ് അയച്ചു കൊടുത്താൽ അവന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ റിവാർഡ് സംവിധാനം വർക്ക് ചെയ്യുന്നത്. താങ്ക് യു.